ഹലോ ഫ്രണ്ട്സ്, ഇന്നത്തെ എൻ്റെ വീഡിയോ തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണുള്ളൂ അല്ലേ? ഈ മോഡൽ വെൽവെറ്റ് ടോപ്പ് എങ്ങനെ സ്റ്റിച്ച് ചെയ്യാം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. അപ്പോൾ അതിൻ്റെ നെക്കാണ് വി നെക്ക്. നമ്മൾ വണ്ണൊക്കെ ഉള്ളവർക്ക് ഈ മോഡൽ നെക്കൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ആ നെക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളത് എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിരുന്നു. അപ്പോൾ അതെങ്ങനെയാണ് കട്ട് ചെയ്യുക, സ്റ്റിച്ച് ചെയ്യുക എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോ. നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്നവർ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ഞാനിപ്പോൾ ദേ വെൽവെറ്റിൻ്റെ ഒരു മെറ്റീരിയൽ 2 മടക്കാക്കി ഇട്ടിട്ടുണ്ട്. വെൽവെറ്റ് തുണിക്ക് വിഡ്ത്ത് കൂടുതലായിരിക്കും, അതുകൊണ്ട് നമുക്ക് ഇങ്ങനെയാണ് ഞാൻ 4 മടക്ക് ഇടുന്നത്. കണ്ട, ആദ്യം ഇങ്ങനെ ഒരു 2 മടക്ക് മടക്കി, അതിന് ശേഷം ഇങ്ങനെ മടക്കി, അങ്ങനെയാണ് നമ്മൾ 4 മടക്ക് ഇടുന്നത്. ഇവിടെ 42 ഇഞ്ചാണ് വേണ്ടത്. ഞാൻ അതിൻ്റെ കൂടെ ഒരു 2 ഇഞ്ച് കൂട്ടി 44 ഇഞ്ച് ലെങ്ത് എടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് ഷോൾഡർ അടയാളപ്പെടുത്തി കൊടുക്കാം. ഷോൾഡർ ഞാനൊരു അളവ് ടോപ്പിൽ നിന്നാണ് ഈ മെഷർമെന്റ് എടുത്തിരിക്കുന്നത്, അതുകൊണ്ട് 10.5 നമുക്ക് ഇതിൽ അളവ് തരും. അപ്പൊ അതിന്റെ പകുതി 5.4, ഒരു 4 ഇഞ്ച് കൂടി കൂട്ടി ഒരു 5.5 ഇഞ്ച് ഞാനിവിടെ അടയാളപ്പെടുത്തുന്നുണ്ട്. 5.5 ഇഞ്ച് ഷോൾഡർ അടയാളപ്പെടുത്തി. അതിനുശേഷം കഴുത്തിന്റെ അകലം ഒരു 3 ഇഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇതൊരു 32 ഇഞ്ച് സൈസ് അളവ് വരുന്ന ടോപ്പാണ്. അപ്പൊ അതിന് 3 ഇഞ്ചാണ് കഴുത്തകലം എടുത്തിരിക്കുന്നത്. 5.5 ഇഞ്ച് ഷോൾഡർ എടുത്തു. ഇവിടെ നിന്ന് ഒരു ഷോൾഡർ സ്ലോപ്പ് ഒരു 1/2 ഇഞ്ച് ചെരിച്ച് നമ്മൾ ഈ 3 എടുത്തോടത്തുനിന്ന് അങ്ങനെയൊന്ന് വരച്ചു കൊടുത്തു. അതിനുശേഷം റിഗാൾ നമുക്ക് അടയാളപ്പെടുത്താം. 5.5 ഇഞ്ച് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. 5.5 ഇഞ്ച്. പിന്നെ നമുക്ക് വേണ്ടത് വണ്ണം വേണ്ടത് 8 ഇഞ്ചാണ്. 1.5 ഇഞ്ച് തയ്യൽ തുമ്പ് ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് അതിങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. വേസ്റ്റ് ഒരു 10.5 ഇഞ്ചില്, ഹൈറ്റ് കുറവാണ് ഈ കുട്ടി, അപ്പൊ അത് കാരണം ഒരു 10.5 ഇഞ്ചില് ഇതാക്കി ഇവിടെ 1 ഇഞ്ച് കുറച്ച് 7 ഇഞ്ച് വേസ്റ്റ് വണ്ണം. ടക്കിടാനായിട്ട് ഒരു 1 ഇഞ്ച് കൊടുത്ത്, പിന്നെ തയ്യൽ തുമ്പ് 1.5 ഇഞ്ച്, പിന്നെ ഒരു 18 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി. അതിന്റെ നേരെയാണ് നമ്മുടെ ഹിപ്പ് വണ്ണം അടയാളപ്പെടുത്തുന്നത്. 16.5 ഇഞ്ചാണ് എനിക്ക് ഹിപ്പ് വണ്ണം വന്നിരിക്കുന്നത്. നമ്മൾ അളവ് ടോപ്പിൽ നിന്ന് ആയതുകൊണ്ടാണ് പകുതി പറയുന്നത് കേട്ടാ. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ വണ്ണത്തിന്റെ 4/1 കണ്ട് അതിന്റെ കൂടെ ലൂസ് ഒരു 1/2 ഇഞ്ചും കൂടി ചേർത്ത് പിന്നെ തയ്യൽ തുമ്പും കൂടി ആഡ് ചെയ്തിട്ട് വേണം നമുക്ക് ചെയ്യാൻ. പിന്നെ ഇങ്ങനെ ലൈൻ ആയതുകൊണ്ട് ഇങ്ങനെ താഴ്ത്തേക്ക് വരച്ചു കൊടുക്കുക. കണ്ടോ, ഇതാണ് നമുക്ക് വേണ്ട അളവുകൾ. ചെസ്റ്റ് വണ്ണം, വേസ്റ്റ് വണ്ണം, ഹിപ്പ് വണ്ണം, ഷോൾഡർ, റിഗാൾ, ഇത്രയും അളവുകൾ നമുക്ക് കറക്റ്റ് ആയിട്ട്. ഞാൻ ഇത് കഴുത്താണ് ഇതിന്റെ മെയിൻ ആയിട്ട്, അതുകൊണ്ടാണ് ഇങ്ങനെ പെട്ടെന്ന് ഓടിച്ച് പറയുന്നത് കേട്ടാ. നമ്മുടെ അളവുകളൊക്കെ അടയാളപ്പെടുത്തിയതിന് ശേഷം നമുക്ക് ഇനി ഇത് കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ബാക്ക് പീസ് മാറ്റി വെക്കാം. ഫ്രണ്ട് പീസ് നമുക്ക് ഇതൊക്കെ കൈക്കുഴി ഒന്ന് കുഴിച്ചു വെട്ടണം. അതിനായിട്ട് ഇവിടെ നിന്ന് നമ്മൾ ആദ്യം എടുത്ത അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് ഇങ്ങോട്ട് നീക്കി വരച്ച് ഇവിടെ ഇങ്ങനെയൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. പിന്നെ നെക്ക് ഇവിടെ നമ്മൾ ഈ 3 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയില്ലേ, ആ 3 ഇഞ്ചിന്റെ അവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് താഴ്ത്തേക്ക് അടയാളപ്പെടുത്താം. ഒരു 1/2 ഇഞ്ച് അടയാളപ്പെടുത്തി കൊടുക്കുക. അതിങ്ങനെ കണ്ട സ്ക്വയർ ആയിട്ട് വരയ്ക്കാം. അപ്പൊ ഇവിടെ ഇഞ്ച് ഇവിടെ നിന്ന് ഒരു 5.5 ഇഞ്ചാണ് ഞാൻ കഴുത്തിന് ഇറക്കെടുത്തിരിക്കുന്നത്. അത് വെറുതെ ഇവിടെ ഇങ്ങനെ അടയാളപ്പെടുത്തി
വെക്കുക. എന്നിട്ട് നമുക്ക് കട്ട് ചെയ്തത് എങ്ങനെയാന്ന് വെച്ചാൽ നോക്കി, ഈ 1/2 ഇഞ്ച് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുക. ഇവിടെ വെറുതെ ഒന്ന് സ്ട്രൈറ്റ് ആയിട്ട് കട്ട് ചെയ്താൽ മതി. കണ്ട, ഇത് ആ മോഡൽ നെക്കിന്റെ ഒരു ഇത്രയാണ് നമുക്ക് കട്ട് ചെയ്യാനുള്ളൂ. 1/2 ഇഞ്ച് ഇങ്ങനെയും ഇവിടെ നിന്ന് ഇങ്ങോട്ട് നമുക്ക് വേണ്ട ഇറക്കാം. വലിയവർക്കാവുമ്പോൾ ഇവിടെ ഒരു 7 ഇഞ്ചൊക്കെ അടയാളപ്പെടുത്തണം കേട്ടോ. ഒരു 7 ഇഞ്ചും ഇത് 3.5 ഇഞ്ചും, ഒരു 3 ഇഞ്ച് തന്നെ ഇറപ്പെടുത്തണം കേട്ടോ. ഞാൻ എന്നിട്ട് അതിങ്ങനെ സ്ക്വയർ വരച്ച് അവിടെ ഒരു യു ആക്കി എടുക്കാം. ക്യാൻവാസിൽ വേണ്ടവർക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്താൽ മതി. നെക്ക് ടോപ്പിൽ ചെയ്യണ്ട കേട്ടോ. അപ്പോൾ കണ്ട, ഇനി നമുക്ക് ഈ ഫ്രണ്ട് നെക്ക് തയ്ച്ച് മറയ്ക്കാനായിട്ട് പീസ് വേണം. കണ്ട, ഇത് നമ്മുടെ കട്ട് പീസാണ്. അപ്പം നമുക്ക് നെക്ക് തയ്ച്ച് മറയ്ക്കാനായിട്ട് ഇതിന് ലൈനിങ് പീസ് ഒന്നും വെക്കാൻ പറ്റില്ല. ഈ നല്ല പീസ് തന്നെ വേണം. നമ്മുടെ കഴുത്ത് മറിഞ്ഞ് വരുമ്പോൾ ആ നല്ല പീസാണ് കാണുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാൻ നോക്കി, നമുക്കിവിടെ കഴുത്തിന് എങ്ങനെയാ 3 ഇഞ്ചാണ് അതിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. ഒരു 5.5 ഇഞ്ച് ഇവിടെ അല്ലേ. അപ്പം അതിൻ്റെ കൂടെ ഞങ്ങൾ ഒരു 3 ഇഞ്ചും ഇങ്ങനെ ഒരു 4 ഇഞ്ച് അടയാളപ്പെടുത്തി. ഇവിടെ നിന്ന് ഇങ്ങോട്ടും ഒരു 3 ഇഞ്ച് കൂടുതലെടുത്തു. ഇങ്ങനെ ഒരു പീസാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കത് എങ്ങനെയാണ് തയ്ക്കുക എന്നുള്ളത് നോക്കാം. അപ്പോൾ നമ്മൾ ഇതുമേ ലൈനിങ് ജോയിൻ ചെയ്തിട്ടുണ്ട്. ലൈനിങ് ഒരു കസ്റ്റമറിന് ബ്ലാക്ക് ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിങ്ങനെ തയ്ച്ച് പിടിച്ചിട്ടുണ്ട്. പിന്നെ അതിന് ശേഷം നമുക്ക് നെക്ക് തയ്ച്ച് മറക്കാനുള്ള പീസ്, നല്ല വെൽവെറ്റിന്റെ ഒരു പീസ് തന്നെയാണ് എടുത്തിരിക്കുന്നത്. അത് വെച്ചിട്ട് അതിന്റെ മുകളിൽ നമുക്ക് ഈ കഴുത്ത് അങ്ങനെ വെച്ച് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ ആദ്യമായിട്ട് തയ്ക്കുന്നവർ ചെറുതായിട്ടൊന്ന് പിൻ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ അതാണെന്നില്ല കേട്ടോ. ഇത് വെൽവെറ്റ് ആയതുകൊണ്ട് ഞാൻ ഒട്ടിപ്പിടിച്ച് നിൽക്കും. അതാണ് നമുക്കത് പിൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് ഇങ്ങനെ തയ്ച്ചു കൊടുക്കാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തയ്ച്ചെടുക്കാൻ പറ്റിയ ഒരു നെക്കാണ് കേട്ടോ. അത് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ശ്രദ്ധിച്ചിരുന്ന് കഴിഞ്ഞാൽ നമുക്കത് സുഖമായിട്ട് തയ്ച്ചെടുക്കാം. ഇവിടെ എത്തുമ്പോൾ സൂചി കുത്തി നിർത്തിയിട്ട് ഇങ്ങോട്ട് തിരിക്കാം. ഇവിടെ എത്തുമ്പോൾ അതുപോലെ തന്നെ സൂചി കുത്തി നിർത്തി അങ്ങനെ തിരിച്ചെടുത്ത് സൂചി കുത്തി നിർത്താം. ഇവിടെയൊക്കെ കോർണർ വരുന്നതൊക്കെ ചെറുതായിട്ട് ഇങ്ങനെ കട്ട് ചെയ്ത് കൊടുക്കാം. നമുക്കതിങ്ങനെ ഒന്ന് മറച്ചെടുക്കാം. ഇതേ അളവിൽ ഒരു ക്യാൻവാസ് കട്ട് ചെയ്ത് വേണമെങ്കിൽ തയ്ച്ച് പിടിപ്പിക്കാനേ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നിൽക്കൂട്ടാ. ഇതിൽ അവർക്ക് മുത്തുകൾ പിടിപ്പിക്കാനുണ്ട്. അതുകൊണ്ടാണ് ഇവിടെ മുത്തുകളൊക്കെ പിടിപ്പിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ കട്ടി വരാണ്ടിരിക്കാൻ വെൽവെറ്റ് ക്യാൻവാസ് വെക്കാത്തത്. അപ്പൊ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ക്യാൻവാസ് വെച്ച് തയ്ച്ച് മറിച്ച് കഴിഞ്ഞാൽ കുറച്ചും കൂടി നല്ല ഭംഗിയിൽ നിൽക്കൂട്ടാ. നമുക്ക് നോക്കിയതേ ഇതിങ്ങനെ മറിച്ച് വയ്ക്കാം. ഇതാണ് ഈ കഴുത്തിന്റെ. കണ്ട, എത്ര സിമ്പിളായിട്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റിയത്. നല്ല വണ്ണൊക്കെ ഉള്ളവർക്ക് ഈ വീനെക്ക് മോഡൽ വരുമ്പോൾ നല്ല ഭംഗിയായിരിക്കും കേട്ടാ. അപ്പൊ എല്ലാവരും അതൊന്ന് ചെയ്ത് നോക്കിയോളോ. ഇനി നമുക്കിത് ഇതിന്റെ ബാക്ക് നെക്കും ഷോൾഡർ കൂട്ടി സൈഡ് അടിച്ചതിന് ശേഷം കാണാം.